അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ. നമ്മൾ ഏറ്റവും വലിയ വിഷമം നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ്. അതുമൂലം നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഒരുപാടാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായവർ നമ്മോട് മിണ്ടാതിരിക്കുന്നതും നമ്മോട് സഹകരിക്കാതിരിക്കുന്നതും നമുക്ക് ഏറ്റവും വിഷമമുള്ള ഒരു കാര്യമാണ്. അവരുടെ മനസ്സ് മാറാനും ദുസ്വഭാവം മാറാനും പിണക്കം മാറാനും ഖുർആനിലെ പരിഹാരം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഇത്. നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ്, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരായ ഉമ്മ, വാപ്പ, മക്കൾ, ഇവരിൽ നിന്നെല്ലാം നമുക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും. അവർ നമ്മോട് മിണ്ടാതിരിക്കുകയും നമ്മോട് സഹകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന വലുതാണ്. ആ വേദന മാറിക്കിട്ടുവാൻ വേണ്ടിയും അവർ നമ്മോട് പഴയതുപോലെ സഹകരിക്കാൻ വേണ്ടിയും അവർ നമ്മോട് മിണ്ടാൻ വേണ്ടിയും പഴയതിൽ കൂടുതൽ സ്നേഹം വർദ്ധിക്കുവാൻ വേണ്ടിയും ഈ ഖുർആനികമായ മരുന്ന് ചെയ്താൽ മതി. ഒരുപാട് പേർക്ക് ഫലം കണ്ടതാണ് ഈ ഖുർആനിലെ സൂറത്ത് ഓതിയത് മുതൽ. ഉസ്താദ് പറഞ്ഞു തന്നതാണ്. ആ ഉസ്താദ് പറഞ്ഞു തന്നതിലൂടെ നോക്കി ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നു. അവർക്കെല്ലാം ഫലം കിട്ടി. 2 ദിവസം 3 ദിവസം 7 ദിവസത്തിനകം ഫലം കിട്ടി. അവർ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഒരുപാട് പേർ കമൻറ്റ് ചെയ്ത് കണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ശ്രമിച്ച് നോക്കൂ. നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ പലതായിട്ട് കുറഞ്ഞു കിട്ടും. എങ്ങനെയെന്നാൽ 5 വക്ത് നമസ്കാര ശേഷം ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം നമ്മുടെ ആരുടെ മനസ്സാണോ ആരുടെ സ്വഭാവമാണോ മാറേണ്ടത് എന്ന ഉദ്ദേശത്തോടു കൂടി സൂറത്തുൽ ഇൻഷിറാഹ് അലം നശ്റഹ് ലക സദ്റക് എന്ന ആ സൂറത്ത് ഓതുക. 17 തവണ ഓതുക. ഓരോ തവണ ഓതുമ്പോഴും ദുആ ചെയ്യുക. ആരുടെ മനസ്സാണോ മാറേണ്ടത്, ആരുടെ സ്വഭാവമാണോ നന്നാകേണ്ടത് എന്നും പറഞ്ഞ് ഓരോ തവണ ഓതുമ്പോഴും ആ ദുആ ചെയ്യുക. നല്ലവണ്ണം ദുആ ചെയ്യുക. ഏത് സൂറത്താണ്? ഇൻഷിറാഹ് അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന ആ സൂറത്താണ്. നല്ല ഇഖ്ലാസോടെ ഭക്തിയോടുകൂടി വേണം ഓതുവാൻ. ഓരോ തവണ ഓതി കഴിയുമ്പോൾ മനസ്സ് മാറാൻ ദുആ ചെയ്യുക. ശ്രദ്ധിക്കുക, 17 തവണ സൂറത്ത് ഓതുമ്പോൾ 17 ദുആയും ചെയ്തുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുക, ദിവസത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം 1 or 2 തവണ ഇത് ഓതി ദുആ ചെയ്യുക. മനസ്സ് മാറി കിട്ടുക തന്നെ ചെയ്യും. ഒരു ദിവസങ്ങൾ ചെല്ലുന്തോറും മാറി കിട്ടുക തന്നെ ചെയ്യും. അവരുടെ ദുസ്വഭാവം മാറി കിട്ടുവാനും നല്ല രീതിയിൽ ജീവിക്കുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെയും പിണക്കം മാറി കിട്ടാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. എല്ലാവരും കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. ഇൻഷാ അല്ലാഹ് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.